ഇതിന്റെ താഴെ ഇവിടെ പിടിക്കുന്നത് ഞാൻ ക്യാമറമാനല്ലേ എനിക്കറിയില്ല പ്രൈമറി ജസ്റ്റ് അങ്ങോട്ട് തരും ഇവിടെ കേക്കുണ്ട് ഇവിടെ പുറയില് ഞാൻ ഇവിടെ കൂട്ടിയാൽ പറ്റുള്ളൂ. ഹലോ എല്ലാവരും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. അതെ അല്ലേ അതെ അതെ. അപ്പം 2 ദിവസമാണ് മാറി പോകുന്നത് 2 പേര്. അപ്പം എനിക്ക് തോന്നുന്നു 4ാമത്തെ ബ്രാഞ്ചാണ് ഞാൻ ആഘോഷം ചെയ്തത്. 3ാമത്തെ ബ്രാഞ്ച് കാക്കനാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് അല്ലേ. അത് എനിക്ക് തോന്നുന്നു വലിയൊരു ജിം തന്നെയായിരുന്നു. എനിക്കൊരു കൊച്ചിലേക്ക് വലിയ ജിമ്മായിരുന്നു അല്ലേ. അത് ഇപ്പോൾ ഇവിടെയും അതിനേക്കാളും വലിയൊരു ജിമ്മാണ് വന്നിരിക്കുന്നത്. 3 ഫ്ലോറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, കാണണം. ജിമ്മെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എനിക്ക് ഭയങ്കര എനിക്ക് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ജിം എന്ന് പറഞ്ഞാൽ. ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഷിയാസിനെ മൂത്ത് നോക്കുന്നുണ്ട്. ഷിയാസിനെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ കുറച്ച് ചബ്ബിയായിരുന്നു, കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഷിയാസിന് പറയുമായിരുന്നു, നീ എന്താ ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാത്തത്, ചബ്ബിയായിട്ടിരിക്കുന്നത്, വെയിറ്റ് കുറച്ച് നല്ല ഭംഗിയായിരിക്കും. അതുകൂടാതെ തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർ മാജിക്കില്. അപ്പോഴും പറയും, നീ വെയിറ്റ് കുറയ്ക്കാണ്ടല്ല, കുറച്ച് സ്ട്രെങ്തും ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നത് പറഞ്ഞ് എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയതും. ഇപ്പോൾ വെയിറ്റ് കുറച്ച് ഞാനിപ്പോൾ 50-49 കിലോ ആയത്. പിന്നെ നിങ്ങൾക്കറിയാം, ബിഗ് ബോസിൽ പോയതിനു ശേഷം ഈ ജിമ്മിൽ അവിടെ ഞാൻ ജിമ്മിന്റെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു മാസങ്ങളായിട്ട് ജിമ്മിൽ പോവാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. ഇനി പോയി തുടങ്ങണം. അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അവിടെ പോയതിനു ശേഷം മനസ്സിലായത്, അവിടുത്തെ ടാസ്കൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിൽ. അതും ഷിയാസിനും എന്നെയും. ഈ ജിം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ജിമ്മ് പോലെയാണ് അല്ലേ? അതെ, HIS എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ജിമ്മാണ്. വിളിച്ചപ്പോൾ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒത്തിരി സന്തോഷമായിരുന്നു വീണ്ടും വിളിച്ചതിൽ. ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇടാൻ സാധിക്കട്ടെ. ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നന്നായിരുന്നു കേട്ടോ. സത്യം ഇതിപ്പോ കൊച്ചിയിൽ മാത്രമായിട്ടാണ് പോകുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ജിമ്മ്, ഈ ഒരു ജിമ്മ് വരണം എന്നുള്ളത് അല്ലേ ഷിയാസിക്ക? അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരാൻ തന്നെ ഷിയാസിക്ക പറഞ്ഞിട്ടായിരുന്നു പെരുമ്പാവൂരിൽ ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇക്കൊക്കെ പോവാനും വരാനും. ഇക്കൊക്കെ സ്വന്തമായിട്ട് ജിമ്മുണ്ട്. ഇത് വന്നിട്ട് വേണ്ടേ? സോറി ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഷിയാസിക്ക് സ്വന്തമായിട്ട് ജിമ്മുണ്ട് കേട്ടോ. അത് നമുക്ക് ഇന്റർവ്യൂ പറയാം. അപ്പൊ എന്തായാലും ഞാൻ ജിമ്മ് ഫ്ലോറൊന്നും കണ്ടിട്ടില്ല, കാണണം. പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് റുസൈനൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ലാത്തതൊക്കെ. അപ്പൊ ഇവിടെ എന്തൊക്കെ വെറൈറ്റി എക്യുപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചേട്ടാ ഇപ്പോൾ ജിമ്മിൽ കൂടുതൽ തന്നെ വർക്കൗട്ട് ചെയ്താ ആഡ് ചെയ്യാൻ ഇഷ്ടമാണ്. നടക്കാം. അനുഭവം സൈക്കിളിൽ കാലത്തില്ല. ഇനി എന്ത് വേണം? എനിക്കറിയാം അറിയാവുന്ന നേരത്തെ പറഞ്ഞാണല്ലോ. സൈക്കിളിലെ കാലത്തിലോ കയറിയിരിക്കും. ഇത് അറിയാമെന്ന് പറഞ്ഞാണ്.
അതെ മീൻ കച്ചവടം തയ്ക്കൊണ്ടല്ലേ ചവിട്ടിയിലല്ലോ സൈക്കിള്. ഒരു ശ്വാസം നേർപ്പിന് അസുഖങ്ങളാണ്. ബിഗ് ബോസ് അതാ പറഞ്ഞേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇറങ്ങി ആണോ നല്ല രസമുണ്ടെന്നല്ല നല്ല വർക്കൗട്ടാ ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്യാറുണ്ട് പോകണം അതിന് ഫ്ലാറ്റിന്റെ സ്റ്റെപ്പ് പോലെ ഉള്ളത് ഇതിൽ ടഫുള്ള പരിപാടിയാണ്. അല്ലാതെ ഇനിയാട്ടോ അഞ്ച് ദിവസം ഇനി അടുത്ത നിർത്തിക്കോൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ബൈസിൽ കഴിക്കാൻ പറ്റില്ല. ഇത് അനുഭവം അനക്കാണെങ്കിലേ ഞാൻ എന്റെ കയ്യിൽ ഫോണം കൊടുക്കും. ഇവളുടെ വെയിറ്റ് 49 കിലോ ആണ്. ഈ ഒരു ഡമ്പല് 50 കിലോ എങ്ങനെ അനക്കാൻ പറ്റും ചെങ്ങായിമാരെ? എത്ര പ്രാവശ്യം വേണമെന്നറിയോ? കുഞ്ഞുള്ള ഇവിടുത്തെ ടീമാണ്
രണ്ട് മൂന്ന് സ്ഥലത്ത് പണി നടന്നിട്ടുണ്ട്. കുറേ അത് കിട്ടാൻ